ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തലപതി വിജയിയുടെ പുതിയ സിനിമയായ ഗോട്ടിന്റെ ട്രെയിലർ ഡീകോഡിംഗ് ആണ്. ഇതൊരു ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗോട്ട് ട്രെയിലർ ഇറക്കിയത് 3 ഭാഷയിലാണ്: ഹിന്ദി, തെലുങ്ക്, തമിഴ്. ഹിന്ദി തെലുങ്കിലെ പോലെയല്ല തമിഴിലെ എൻഡിങ്. തമിഴ് ട്രെയിലറിന്റെ എൻഡിങ്ങിൽ മരുതമലൈ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് വിജയ് എത്തുന്നത്. മരുതമലൈ മാമണിയേ മുരുകയ്യ. എന്നാൽ ഹിന്ദി തെലുങ്ക് ഓഡിയൻസിന് കണക്റ്റ് ആവില്ലെന്ന് കരുതിയിട്ടായിരിക്കും ജെയിംസ് ബോണ്ടിന്റെ എന്ന് ആഡ് ചെയ്തത്. ട്രെയിലറിന് എൻഡിങ്ങിൽ വേറെ ആയതുകൊണ്ട് ആൾക്കാർ ഹിന്ദി തെലുങ്ക് തമിഴ് പതിപ്പും ഇന്ന് കാണുന്നുണ്ട്. ഇതുകൊണ്ട് ഹിന്ദി തെലുങ്ക് പതിപ്പിലും അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട്. ഇപ്പോൾ തന്നെ 40 മില്യൺ വ്യൂസ് പിന്നിട്ട് കഴിഞ്ഞു. കൂടാതെ 1.3 മില്യൺ ലൈക്സും കിട്ടി. രണ്ടാമത്തേതായിട്ട് എടുത്തു പറയാനുള്ളത് വിജയുടെ യങ് ലുക്കാണ്. പാട്ടിൽ കണ്ടപ്പോൾ ബോറാവുമെന്ന് കരുതി ട്രെയിലർ കണ്ടപ്പോൾ മികച്ച VFX വർക്ക് തന്നെ ഇതിൽ ചെയ്തിരിക്കുന്നു. വിജയുടെ ചെറുപ്പകാലഘട്ടം കാണിക്കുന്ന സീനിലെ VFX അടിപൊളി തന്നെ. മൂന്നാമതായി എടുത്തു പറയാനുള്ളത് വിജയ് ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ടാണ്. ഇതിൽ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞ വാക്കുകളാണ്. ചിലപ്പോൾ തലപതി 69 കൊണ്ട് നിർത്തണമെന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെയും സിനിമ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് എടുത്തു പറയേണ്ട ഒന്നാണ് ടൈറ്റിൽ കാർഡ്. സാധാ സിനിമയ്ക്ക് മാത്രമാണ് ടൈറ്റിൽ കാർഡ് ഉള്ളത്. ഇത് വെങ്കട് പ്രഭു വേറെ രീതിയിൽ പണി ട്രെയിലറിനും കൊടുത്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ കാർഡിലുള്ളത് വിജയുടെ പല സിനിമകളാണ്. അത് ഏതൊക്കെയെന്ന് ഞാൻ എടുത്തു പറയാം. നാളെ തീർപ്പു, പൂവേ ഉണക്കാകെ, കാതലുക്ക് മര്യാദ, ബദ്രി, തിരുമലൈ, പോക്രി, വേലായുധം, തലൈവ, ചില്ല, തെറി, മെർസൽ, ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, ലിയോ, ഗോട്ട്. ഫോട്ടോ വെച്ച് ടൈറ്റിൽ കാർഡ് ഉണ്ടാക്കി അതിമനോഹരമെന്ന് എടുത്തു പറയാണ്ടിരിക്കുന്നു. അഞ്ചാമത്തേത്, വെങ്കട് പ്രഭു ഒരു അജിത് ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കും അജിത്തിന്റെ സിനിമയിലെ ചെറിയ ഷോട്ടുകൾ ഇതിലും കൊണ്ടുവന്നത്. ആരംഭം സിനിമയിലെ ഷോട്ടാണിത്. കൂടാതെ വെങ്കട് പ്രഭുവിന്റെ കരിയർ ബെസ്റ്റ് സിനിമയായ മങ്കാത്തിലെ ഡയലോഗ് കൂടെ ഇതിലുണ്ട്. ആറാമത്തേത് ധോണിയുടെ റെഫറൻസ് ആണ്. ധോണിയുടെ പോസ്റ്ററാണ് ഇതിൽ കാണുന്നത്. ക്യാമിയോ റോളായിട്ട് മഹേന്ദ്ര സിംഗ് ധോണി വരാൻ ഇതിൽ ചാൻസ് ഉണ്ട്. കൂടാതെ വേറെ ഷോട്ടുകളിൽ നോക്കിയാൽ കാണാം ഒരു IPL മാച്ച് നടക്കുന്നതായിട്ട്. ചെന്നൈയുടെ മാച്ച് ആണെന്ന് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മിക്കവാറും ചെന്നൈയും മുംബൈയും ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതിൽ കാണിക്കുന്ന സ്റ്റേഡിയം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. തലപതി വിജയ് ഗോട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ എടുത്ത ഷോട്ടുകളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ചെന്നൈയും മുംബൈയായിട്ടുള്ള ഒരു മാച്ച് ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഇതിനുവേണ്ടി നമ്മൾ സെപ്റ്റംബർ 5 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ?